Prescription for Life. ആക്ച്വലി ജെറോം എഴുതിയുള്ള ഒരു കിഡിലൻ കോമഡി ചാപ്റ്റർ ആണ് ഇത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ വരുന്ന ഓണം എക്സാമിന്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്ററെ ഒരു ചുരുക്ക രൂപം വളരെ ചെറുതാക്കി സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഇതാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ ചെങ്ങായി ഏതൊരു ബുക്ക് വായിച്ചിട്ട് കിളി പോണതാണ്. എന്താ സംഭവം? The narrator എന്ത് ചെയ്യുന്നു? ജെറോം visits a British museum to research a hay fever. ഹെയ് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖം, ഒരു പനി, അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്നു. ലൈബ്രറി പോലത്തെ ഒരു സെറ്റപ്പ്. ബ്രാൻഡ്സ് ആർ റീഡിങ് അബൌട്ട് മെനി ഡിസീസ് ഇൻ മെഡിക്കൽ എൻസൈക്ലോപീഡിയ. ഈ ബുക്ക് വായിച്ചിട്ട് അതിൽ പല അസുഖങ്ങളെ പറ്റിയുള്ള സിംറ്റംസ്, അതിന്റെ ലക്ഷണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങൾ വായിച്ചിട്ട് ആസ് ഹി റീഡ്സ് ഹി സ്റ്റാർട്ട്സ് ബിലീവിങ് ഹി ഹാസ് എവറി ഡിസീസ് ലിസ്റ്റഡ് ഫ്രം. അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസുഖങ്ങളും അവനുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ഏതൊക്കെ? ടൈഫോയിഡ്, കോളറ, എല്ലാ അസുഖങ്ങളും ഉണ്ട്. ടൈഫോയിഡ് മുതൽ കോളർ വരെ എല്ലാ അസുഖങ്ങളും ഉണ്ട് എന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു അസുഖമല്ലേ, ഏതറിയോ? ഹൗസ് മേറ്റ്സ് നീ എന്നറിയപ്പെടുന്ന ഒരു അസുഖം. കാൽമുട്ടിനൊക്കെ ഒരു മുഴ വരുന്നത്. അതല്ലാത്ത എല്ലാ അസുഖങ്ങളെ പറ്റിയിട്ടും അതിന്റെ സിംറ്റംസ് നോക്കുമ്പോൾ എനിക്കുണ്ട് എന്നാണ് അവൻ പറയുന്നത്. വിച്ച് അപ്സെറ്റ്സ് ഹിം അറ്റ് ഫസ്റ്റ്. ആദ്യമൊക്കെ അപ്സെറ്റ് ആയി. ഇതെന്താ ഇതില്ലാത്തത്? ഈവൻ തിങ്സ് ഹി ഈസ് ഡൈയിങ്. അവൻ വിചാരിക്കണം ഞാൻ മരിക്കാൻ പോവാണെന്ന് വരെ അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വെരി ഹി വിസിറ്റ് ഹിസ് ഡോക്ടർ. അവന്റെ ഏറ്റവും കാണിക്കുന്ന ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്. ആൻഡ് ഡ്രമാറ്റിക്കലി സീസ് ഹി ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് ഹൗസ് മേറ്റ്സ് ഹീസ്. എന്നിട്ട് അവിടെ പോയി പറയണം ഭയങ്കര മെയിനായിട്ട് എനിക്കുണ്ടല്ലോ എല്ലാ അസുഖവും ഉണ്ട്. എന്ത്? ഹൗസ് മേറ്റ്സ് നീ അല്ലാത്ത എല്ലാ അസുഖവും ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ എക്സാമിൻസ് ഹിം ആൻഡ് ഫൈനലി ഗിവ്സ് എ പ്രിസ്ക്രിപ്ഷൻ. അവനെ മൊത്തം പരിശോധിച്ച് തട്ടി നോക്കണം. ഇവൻ ജീവനോടെ ഉണ്ടോ, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടോ, ശരിക്കും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ട് അവനൊരു മരുന്ന് കുറിപ്പ് എഴുതി കൊടുത്തു. വെൻ ദ നരേറ്റർ ടേക്സ് ടു ഫാർമസി. എന്നിട്ട് നേരെ ഫാർമസി പോയി അവൻ എന്താക്കി ഈ മരുന്ന് തരാൻ വേണ്ടി പറഞ്ഞു. ദ കെമിസ്റ്റ് സേസ് ഹി കനോട്ട് ഹെൽപ്പ് ബിക്കോസ് ദ പ്രിസ്ക്രിപ്ഷൻ ഈസ് നോട്ട് മെഡിസിൻ. അയാൾ പറഞ്ഞു ഈ പറയുന്ന മരുന്നൊന്നും ഇവിടെ ഇല്ല, ഇതൊരു മരുന്നല്ല എന്ന് തന്നെ പറഞ്ഞു. ബട്ട് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഇതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഇതൊരു മരുന്നൊന്നുമല്ല. ഡോക്ടർ നൽകിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എന്താ അറിയോ? നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അതായത് ഫുഡ്, ഓയിലി ഫുഡ് ഒഴിവാക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ മണിക്കൂറിലും കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ 10 മൈൽ എല്ലാ ദിവസവും നടക്കുക എന്നുള്ളതായിരുന്നു. 11 മണിക്ക് ഉറങ്ങുക. അതുപോലെ തന്നെ അറിയാത്ത കാര്യത്തിൽ വെറുതെ വെറീഡ് ആവണ്ട, എന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നീ എന്താക്കണ്ട, ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള ഉപദേശങ്ങളായിരുന്നു ആ ഒരു പ്രിസ്ക്രിപ്ഷൻ. ആക്ച്വലി അപ്പോഴാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് കറക്റ്റ് ആകുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. ജീവിതത്തിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ത് ഒരു ഡിസ്കോഴ്സ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ അറിയിക്കാം. നോക്കാം. ദ നരേറ്റർ ഫോളോസ് അഡ്വൈസ് ആൻഡ് ഹാപ്പിലി സേസ് ദാറ്റ് ദിസ് സേവ്ഡ് ഹിസ് ലൈഫ്. അങ്ങനെ അവസാനം അവനത് ഫോളോ ചെയ്തു. അവന്റെ ജീവിതം അടിപൊളിയായി. ദ സ്റ്റോറി ഈസ് ഹ്യൂമറസ് ആണ് ആൻഡ് ഷോസ് വി സംടൈംസ് ഓവർ തിങ്ക്. ഹെൽത്ത് പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. വെറുതെ ഒരു അസുഖം, എന്തെങ്കിലും ഒരു സിംറ്റം, ഒരു തുമ്മൽ ഉണ്ടാകുമ്പോഴേക്കും എനിക്ക് തുമ്മലുണ്ട് എന്ന് ChatGPTയിലോ ജെമിനിയിലോ അടിച്ചു നോക്കിയിട്ട് പ്രശ്നമാവും. ഓക്കെ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ആണെങ്കിൽ ChatGPT, ജെമിനി. പണ്ടാണെങ്കിൽ ഒരു മ്യൂസിയത്തിലോ ലൈബ്രറിയിലൊക്കെ പോയിട്ട് എൻസൈക്ലോപീഡിയ തപ്പുന്നു. അപ്പോൾ ഇത് സെറ്റ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങൾക്ക് യോദ്ധ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു 10% ഓഫർ ഇപ്പോൾ റണ്ണിങ് ആണ്. ആ ഓഫർ പെട്ടെന്ന് ചിലപ്പോൾ അവസാനിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾ എന്താക്കുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എങ്ങനെ ജോയിൻ ചെയ്യുമെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 9995 400 800 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 10% ഓഫർ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാൻ മറന്നു. ഓണം എക്സാമിനൊക്കെ കിടിലം പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ നടക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ തലേ ദിവസങ്ങളിൽ മാരത്തോൺ ലൈവുകളും മോർണിംഗ് ബൂസ്റ്ററൊക്കെ നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. വീഡിയോസ് ഇനി വരും. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ദാറ്റ്സ് ആക്ച്വലി എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ us. പവർ ആക്കണം. All the best. Thank you guys. It's me, Jamshad. You can call me Jane.